ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയും ഞാനും കൂടെ റേഷൻ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കാണാം അനിയത്തി ബ്രൂണോയെ എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് അവിടം വരെ ഇറക്കാൻ. അവന് സ്കൂട്ടിയിൽ പോകുന്നതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ പോകുള്ള അവൻ്റെ ഫേസ് നോക്കിക്കോളണേ. കണ്ടോ, അവൻ നോക്കുക, ഇനി അവനെ കൊണ്ടുപോകുന്നില്ലേ? കണ്ടോ, അവന് വണ്ടി എന്ന് വെച്ചാൽ ജീവനാണ്. അതിന് നേരെ അവിടെ നിന്ന് അവനെ ഇറക്കിയിട്ട് റേഷൻ കടയിൽ ചെന്ന്. ഞാനാണെങ്കിൽ കട്ട പോസ്റ്റ്, എനിക്കാണെങ്കിൽ പനിയൊക്കെ ആയിട്ട് വയ്യാതിരിക്കുമായിരുന്നു. അപ്പോൾ ഹെൽമെറ്റും കൂടെ വെച്ച് ഈ ചൂടത്താണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല. ഞാനാണെങ്കിൽ അങ്ങ് ഒരുമാതിരി നിൽക്കുക. അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും പിന്നെ എന്തിനാണ് ഞാൻ പോയെന്ന്. അമ്മയുടെ കൂടെ റേഷൻ കടയിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഈവനിങ് ആകുമ്പോൾ സ്നാക്സൊക്കെ ചായക്ക് മേടിച്ച് തരും. അങ്ങനെ പിന്നെ അമ്മയുടെ കൂടെ പോയി കട്ട പോസ്റ്റ് അടിച്ച് വരുന്നു. ഒരു മൂന്നൂര് അത്രയും എന്നെ നോക്കിക്കൊണ്ട് പോകുമായിരുന്നു. കാരണം ഞാനാണെങ്കിൽ അങ്ങ് ഒരുമാതിരി നിൽക്കുന്നത്. നമുക്ക് വയ്യാതെയൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്ക് നല്ല ദേഷ്യം വരില്ലേ. അങ്ങനെ എൻ്റെ മുഖഭാവം കണ്ടിട്ടാണോന്ന് അറിയില്ല, അമ്മ വേഗം സാധനമൊക്കെ എടുത്ത് അവിടുത്തെ ആൻറ്റീൻ്റെ അടുത്തൊക്കെ ടാറ്റ പറഞ്ഞതേ മന്ദം ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ 3 ദിവസമായിട്ട് പനിയാണ്, നല്ല പനി, തൊണ്ടവേദന എല്ലാം കൂടെ കൊണ്ടിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അമ്മ ചോദിക്കുക, എൻ്റെ വീഡിയോ എടുക്കുവാണോ, അയ്യോ ഞാൻ നല്ല ഭംഗിയായിട്ടിരിക്കുവാണോ, നീ ഇത് അപ്ലോഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നിട്ട് അമ്മ എന്നോട് ചോദിച്ചു എന്തോ വേണ്ടേ. ഞാൻ പറഞ്ഞു എനിക്ക് നല്ല കരിക്കും വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. കാരണം പനിയൊക്കെ ആയിരിക്കുമ്പോൾ ഭയങ്കര ക്ഷീണം, ഒടുക്കത്തെ ചൂട്. അങ്ങനെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് മസാല കടയെന്ന് പറഞ്ഞു ആറ്റിങ്ങലുള്ള നമ്മുടെ കടയിലേക്ക് ചെന്നു. ചായക്ക് വേണ്ട കുറച്ച് സ്നാക്സ് ഐറ്റംസൊക്കെ അവിടെ നിന്ന് മേടിച്ച് ഞാൻ നേരെ കടയുടെ അകത്ത് കയറി നമ്മുടെ കരിക്കും വെള്ളമില്ലേ, കുപ്പിയിലെ കരിക്കും വെള്ളം നോക്കിയപ്പോൾ കാണാം 150 രൂപ. അതിലും ഭേദം പിന്നെ ഒരു കരിക്ക് മേടിച്ച് കുടിക്കുന്നതാണല്ലോ എന്ന് ഓർത്തപ്പോൾ വെളിയിൽ കരിക്ക് വിട്ടത് മാമൻ അവിടെ ഇല്ല. അങ്ങനെ പിന്നെ ഈ ഇരിക്കുന്ന ചിപ്സും പക്കാവട ഇതൊക്കെ നോക്കി അമ്മ അവിടെ നിന്ന് കുറച്ച് കേക്കൊക്കെ മേടിച്ചു. അതെല്ലാം കൊണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് വേണം നല്ല കടുപ്പത്തിലൊരു ചായ ഇട്ട് കുടിച്ച് സ്നാക്സും കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. വീട്ടിൽ ചെന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അച്ഛൻ കുറച്ച് വെള്ളരിക്ക കട്ട് ചെയ്തിട്ട് കൊടുത്തു. നല്ല ചൂടല്ലേ, അപ്പോൾ അവനത് വല്ലാത്തൊരാശ്വാസമായിരിക്കും. അതേപോലെ തന്നെ ഈ പാലൊക്കെ നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കട്ടയാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഈ ചൂടത്ത് കുറേ നേരം അവ അതൊക്കെ കടിച്ചു കൊടുത്തു വെക്കും. അങ്ങനെ പിന്നെ അനിയത്തി വന്ന് അവനെടുക്കാനുള്ളൊരു പ്രകടനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവനെയാണെങ്കിൽ ഞങ്ങൾ മേടിച്ചിട്ട് 4 മാസമേ ആവുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ അവൾ കോളേജ് വിട്ട് വന്ന് അവനെ എടുത്ത് വെച്ച് കുറച്ച് കളിപ്പിക്കുക. അതിനുശേഷം ഞാനും ബ്രൂണോയും കൂടെ കുറച്ച് റീൽസൊക്കെ ചെയ്തു. ഇത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ ചെയ്ത് അതിനുശേഷം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് പിന്നെ കുറച്ച് നേരം അവനുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ഈവനിങ് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി.